ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ഡയറക്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, അത് കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ഉണ്ട് നോക്കാം. ടിക്ടോക്കാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു സമയം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കാനൊരു സമയമുണ്ട്. അപ്പോൾ നമ്മളിനി എത്ര പരിശ്രമിച്ചാലും, എത്ര ടെൻഷൻ അടിച്ചാലും, എത്ര കാത്തിരുന്നാലും ഒരു ഡിവൈൻ ടൈമിങ്ങിൽ മാത്രമാണ് ആ കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പം ഈ ഒരു നിമിഷം ഏതെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഇതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്, ആ ഒരു സമയത്താണ് അത് നടക്കാൻ പോണത്. അപ്പോൾ ആ ഒരു സമയം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അക്ഷമരായിട്ട് കാര്യമില്ല. ഇത് ഒരു ഒരു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയൂലേ, അങ്ങനെ ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു സമയം, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയം, ആ സമയം വരെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ആ ഡിവൈൻ ടൈമിംഗ് നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. എക്സ്ചേഞ്ച് ഗിഫ്റ്റ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരാനോ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാനോ ഒക്കെ ഉള്ളൊരു അനുഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഒരാളിനൊരു കാര്യം കൊടുക്കണം, ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ കുട്ടികൾക്കോ ആർക്കെങ്കിലും നിങ്ങളൊരു കാര്യം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഗിഫ്റ്റ്, കാത്തിരുന്ന പോലെ ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ അത് ഒരു ഇന്നത്തെ ദിവസം ഒരു ഡിവൈൻ ടൈമിംഗ് ആണ്. ആ ഒരു നിങ്ങളുടെ സമയം എത്തി എന്ന് പറയൂലേ, നിങ്ങളുടെ ഒരു നല്ല സമയം എത്തി എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത്. ഹാപ്പിയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ താക്കോല് നമ്മളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ മറ്റൊരാളിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സന്തോഷം തരുമോ, നമുക്ക് കുറച്ച് സമാധാനം തരുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ മാത്രമായിട്ട് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇതിപ്പം ആര് തന്നെ ആയാലും, നമ്മളുടെ കൂടെയുള്ള ആര് തന്നെ ആയാലും, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ കുട്ടികൾ, ഭാര്യ ഭർത്താവ്, ആര് തന്നെ ആയാലും, അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, ആര് തന്നെ ആയാലും നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരാളുണ്ടെങ്കിലാണ് എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ്. ഈ സന്തോഷത്തിൻ്റെ ഉറവിടം നമ്മളിൽ മാത്രമാണ്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ പറ്റും, അത് പറ്റും. കാരണം നമ്മളുടെ സന്തോഷം കണ്ടെത്തി തരാൻ, നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്തു തരാൻ മറ്റൊരാൾ നമ്മളെ സഹായിച്ചേക്കാം. പക്ഷെ എന്നാലും നമ്മളുടെ സന്തോഷത്തിൻ്റെ ആകത്തുക നമ്മൾ മറ്റൊരാളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോല് നിങ്ങളിൽ തന്നെയാണുള്ളത്. അത് കണ്ടെത്താൻ ശ്രമിക്കുക ഒറ്റയ്ക്ക്. ഇപ്പം നമുക്ക് നമ്മൾ തന്നെ ഇനഫാണ് എന്നുള്ളൊരു തോന്നൽ വേണം എന്നാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു തോന്നലൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കാം. ചാവോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, കുറേ പ്രശ്നങ്ങൾ, കുറേ കോൺഫ്ലിക്റ്റുകൾ, കുറേ കുഴപ്പങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ്. അപ്പം നമ്മൾ ഇതെങ്ങനെ മറികടക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സമയമായി, അതിൻ്റെ ഡിവൈൻ ടൈമിംഗ് ആണ് ഈ ഒരു സമയം എന്നാണ്. അപ്പം ഇതിൻ്റെ ഒരു ഉത്തരമാണ് ഈ ചാവോസ് ആൻഡ് കോൺഫ്ലിക്റ്റിൻ്റെ ഉത്തരമാണ് ഈ ടിക്ടോക്ക്. സമയമായി, നിങ്ങളുടെ കുഴപ്പങ്ങൾ മാറാനുള്ള സമയമായി, നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് മാറാനുള്ള സമയമായി.
ആ ഒരു ഡിവൈൻ ടൈമിങ് എത്തിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഈ പ്രശ്നങ്ങളൊക്കെ, നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെയും മാറി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോല് നിങ്ങൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഇരിക്കുന്ന ഒരു ദിവസമാണെന്ന് സ്വയം ഒരു തിരിച്ചറിവ് വരുന്ന ഒരു ദിവസം. ഇതില് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ള നെവർ എൻഡിങ് സ്റ്റോറിയാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ ഒരു സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളുടെ ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരു കാര്യം, ഒരു എക്സ്പീരിയൻസ് തീരുമ്പോൾ അടുത്തൊരു കാര്യം നമ്മളിലേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ കഥ മാത്രം വീണ്ടും 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 ഞാൻ വീണ്ടും സെയിം ആയിട്ടുള്ളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ട്, ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ചീറ്റിംഗ് വന്നു, വീണ്ടും അടുത്ത റിലേഷൻഷിപ്പ് വരുമ്പോൾ വീണ്ടും സെയിം ആണ്. അതൊന്നും ഒരിക്കലും ഒരു മാറ്റം വരുന്നില്ല. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആകട്ടെ, അല്ലെങ്കിൽ ലവറാകട്ടെ, അല്ലെങ്കിൽ കുട്ടികളാകട്ടെ, ഈ സെയിം ആയിട്ടുള്ള പാറ്റേൺ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കർമ്മയാണ്. അത് നിങ്ങൾ ഹീൽ ചെയ്യാത്ത എന്തെങ്കിലും കർമ്മ നിങ്ങളിലുണ്ട് എന്ന് വിശ്വസിക്കുക, മനസ്സിലാക്കുക, തിരിച്ചറിയുക. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, അല്ലെങ്കിൽ ദൈവത്തിനെ കുറ്റം പറയും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ. അപ്പം അതിൻ്റെ കാരണം നമ്മളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് കർമ്മയായിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഫലമായിട്ട് പ്രശ്നങ്ങൾ വീണ്ടും വന്നുകൊണ്ടേയിരിക്കാം. ചിലപ്പോൾ ശത്രുദോഷങ്ങൾ, ചിലപ്പോൾ ഒരാളിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പുറകെ ശത്രുക്കൾ വരും. ഒരാൾ തീരുമ്പോൾ അടുത്തൊരാൾ അവതരിച്ചിരിക്കും ഈ അടുത്ത ഒരു പാഠം പഠിപ്പിക്കാൻ. ഒരാൾ ആ ആളിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ പുറത്ത് വേറൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അടുത്തത് നമ്മളെ ശത്രുവായിട്ട് കാണാനും നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാനും അതിന്ന് പാഠങ്ങൾ പഠിക്കാനും. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു പ്രശ്നം നിങ്ങൾ ഒരിക്കലും ഹീൽ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം പറ്റിച്ച ഒരാളിനെ പൂർണ്ണമായും നിങ്ങൾ അവരെ ഫൊർഗീവ് ചെയ്ത് കൊടുത്ത്, അവരെ ബ്ലെസ് ചെയ്ത് കൊടുത്ത്, അവരെ ഒരു ശത്രുവായിട്ട് കാണാതിരിക്കുക. അവർ തന്ന പാഠങ്ങൾ നമ്മളുടെ മനസ്സിൽ വേണം. അതൊരിക്കലും കളയണ്ട. പാഠങ്ങളാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. പാഠങ്ങൾ നമ്മളിലേക്ക് എടുക്കുക. ആ വ്യക്തികളോട് ഒരു തരത്തിലുള്ള ശത്രുതയും നമ്മൾ വെക്കരുത്. വ്യക്തികൾ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ ഒരു റോളും ഇല്ല. അത് മനസ്സിലാക്കുക. വ്യക്തികളോട് ഒരു ശത്രുതയും ഇല്ലാതെ അവരെ വെറുതെ വിടുക. നമ്മളവരെ പൂർണ്ണമായും ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ്. നോക്കാം. എൻവിയാണ് വീണ്ടും, അതിൻ്റെ ഒരു തുടർച്ചയാണ് വീണ്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നമ്മളുടെ കർമ്മഫലമായിട്ടോ ഒക്കെ കുറേ ശത്രുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും, ജീവിതം മുഴുവൻ ഉണ്ടാവും. കുറേ ആൾക്കാർക്ക് അങ്ങനെയാണ്, ജീവിതം മുഴുവൻ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ശത്രുതകൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ നിങ്ങളുടെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, കുറേ ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് എല്ലായിടത്തും ശത്രുക്കൾ ഉണ്ടാകുന്നത്? ഞാൻ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും, ഞാൻ ആരെയും ശത്രുവായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും, ഒരാളിനെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ശത്രുത വരുന്നത് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിച്ചിരുന്നത്, എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾ പലതവണ ചോദിച്ചിട്ടുണ്ടായിരിക്കും. അത് ഡിവൈൻ അതിനൊരു ഉത്തരം തരുന്നതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ. ഇതാണ് നിങ്ങളുടെ ശത്രുതയുടെ കാരണം, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന്റെ കാരണം. ഇതൊരു എൻവി എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരായിരിക്കും ഓരോ ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് വന്നിട്ടുള്ളത്, നിങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പം ഇത് കർമ്മയാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് കർമ്മത്തിൽ ശത്രുക്കൾ ഉണ്ട്. നമ്മൾ പാസ്റ്റ് ലൈഫിൽ ചെയ്ത ഒരു കർമ്മ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ മാത്രമല്ല ഇതിൽ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഒരാൾ നമുക്ക് ശത്രുവായി അവർ കുറേ നെഗറ്റീവ് നമുക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ചിന്തകളിൽ എപ്പോഴും ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ, ഈ ഒരു ശത്രുതാഭാവത്തിൽ നമ്മളോട് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ എനർജി നമ്മളിൽ എപ്പോഴും കണക്റ്റഡായി കിടന്നുകൊണ്ടേയിരിക്കും, മാറൂല. അപ്പോൾ നമ്മൾ ചിന്തിക്കും തോറും അവർക്ക് അങ്ങനെ നമ്മളോട് ശത്രുത ചെയ്യാൻ തോന്നും. നമ്മളോട്
വൈരാഗ്യമുള്ള ആൾക്കാരെ കുറിച്ച് മാക്സിമം ചിന്തിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ തിരക്കാതിരിക്കുക. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരിപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും തിരക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, ഇതൊന്നും നിങ്ങളുടെ ഭാഗമല്ല എന്ന് വിചാരിക്കുക. അവരുമായിട്ടുള്ള കണക്ഷൻ പൂർണ്ണമായും കട്ട് ചെയ്ത് മറ്റുള്ളവർ അവരെക്കുറിച്ച് പറയുന്നത് കേൾക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തികളെ കുറിച്ച് അറിയാനൊരു ആകാംക്ഷ കാണിക്കാതിരിക്കുക. ഈ ഒരു ഇതിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ശത്രുവായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ജീവിത സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് നല്ല ജോലി ഉള്ളത് കൊണ്ടായിരിക്കാം, നിങ്ങൾ ഫിനാൻഷ്യലി ഒരു വെൽ സെറ്റിൽഡ് ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു അസൂയയാണ് ഒന്നാമത്തെ കാര്യം. അസൂയ കൊണ്ടുണ്ടായ ശത്രുത അത് നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഇതിൽ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങളുടെ തന്നെ ആ ഒരു നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന ചില ഇടങ്ങൾ, അവിടെ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ സന്തോഷം നമ്മളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, പക്ഷെ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ മറ്റുള്ളവർ സഹായിക്കും. ഇപ്പം നമ്മളെ ഉള്ളിൽ ഒരുപാട് ദുഃഖം ഉണ്ടെങ്കിൽ വേറെ പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ചെറിയൊരു കാര്യം ഉണ്ടായാൽ നമുക്ക് നമ്മളുടെ ആ ഒരു വിഷമം ബൂസ്റ്റ് ചെയ്യും. അതുപോലെയാണ് സന്തോഷം. നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം മറ്റുള്ള നിങ്ങളുടെ അതേ എനർജി ഉള്ള ആൾക്കാർ നിങ്ങളെ സന്തോഷം കിട്ടുമെന്നുള്ള നിങ്ങൾക്ക് വിശ്വാസമുള്ള ആ ഒരു ഇടങ്ങളിൽ നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ഒരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ അതിൽ നന്നായിട്ട് ആക്റ്റീവായി നല്ല പ്രാർത്ഥനകളും അങ്ങനെയൊക്കെ ചെയ്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെയുള്ളൊരു കാര്യം ആക്റ്റീവ് ആക്കാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ കുറച്ച് ആൾക്കാർ ചേർന്ന്. ബ്രോക്കൺ ഹേർട്ടാണ്. കുറേ ആൾക്കാർ ഇതിൽ ഒരു ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്കിലിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര മറക്കാൻ ശ്രമിച്ചാലും പറ്റാത്ത വലിയ മുറിവായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ചിലപ്പം പാസ്റ്റിൽ ചിലപ്പോൾ വന്ന ഒരു മുറിവായിരിക്കും. ആരെങ്കിലും നിങ്ങളെ ചതിച്ചതുകൊണ്ടോ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയത് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഹൃദയത്തിൽ മുറിവ് ഉണക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു മുറിവല്ല, ആൾറെഡി കുറേ മുറിവുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വന്ന് ഒരാൾ ഒരു വലിയ മുറിവ് ഉണ്ടാക്കിപ്പോയി. അങ്ങനത്തെ ഒരു അനുമതിയാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ. റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആ ഒരു നമുക്കൊരു ആശ്വാസം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറ്റവും വലിയ ഒരു മുറിവും തന്നിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൽ ആകെ നിങ്ങൾ പെട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഹീൽ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അതിനൊരു എളുപ്പമായിട്ടുള്ളൊരു ടെക്നിക്ക്, നിങ്ങളുടെ ഹൃദയത്തിലൂടെ നിങ്ങൾ ശ്വാസം എടുക്കുക. അപ്പം നിങ്ങൾ കുറച്ച് സമയം പ്രാണായാമം ചെയ്യുക. ആദ്യം ഒന്ന് പ്രാണായാമം ചെയ്ത് നമ്മളുടെ എനർജി ഒന്ന് ഓക്കെ ആക്കുക. പിന്നെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ ശ്വാസം എടുക്കുക. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലൂടെയാണ് നിങ്ങൾ ശ്വാസം എടുക്കുന്നത് എന്ന്. മൂക്കിലൂടെ ആണെങ്കിലും നിങ്ങൾ കാണുന്നത് ഹൃദയത്തിലൂടെ ശ്വാസം എടുത്ത് നിങ്ങൾ ശരിക്കും മൂക്കിലൂടെ തിരിച്ചുവിടുക. അപ്പം ഹൃദയത്തിലൂടെ ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ അങ്ങനെ അഫർമേഷൻ ചെയ്ത് നിങ്ങൾ ഹൃദയത്തിലൂടെ ശ്വാസം എടുത്ത് നിങ്ങൾ ശ്വാസം പുറത്തു വിടുക. കുറേ തവണ, ഒരു 10-21 തവണ നിങ്ങളിത് ചെയ്യാൻ നോക്കുക. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നതും നിങ്ങളുടെ ഹൃദയം ശുദ്ധമാകുന്നതും ഹീലാകുന്നതും വേദനയൊക്കെ മാറുന്നതും ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പതിയെ പെട്ടെന്നൊന്നത് പറ്റൂല, പതിയെ. കാരണം ഇതിൻ്റെ ഈ ഒരു കാർഡ് പറയണത് നിങ്ങൾ ഹീൽ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളുടെ വേദന നിങ്ങൾ അത് തുടർന്ന് പോകരുത്, നിങ്ങൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഇതിലെ കാർഡ്സ് നോക്കാം. ത്രീ സോൾസ്, ഇത് തന്നെയാണ് ഈ കാർഡ്, ഹാർട്ട് ബ്രേക്ക്. അപ്പോൾ ഇത് ഇന്നത്തെ റീഡിംഗ് എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഹാർട്ട് ബ്രേക്ക് കാരണം മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചത് അത് ഹീൽ ചെയ്യണം. നിങ്ങളുടെ വിഷമം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾറെഡി നിങ്ങൾക്ക് മാലാഖമാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തന്ന ആളിനെ നിങ്ങൾ പൂർണ്ണമായും ഫോർഗീവ് ചെയ്ത് ഹീൽ ചെയ്യണം. നമ്മൾ അവരോടുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ഹീലാവൂല. ഹീലാകണമെങ്കിൽ അവരോട് നമ്മൾ പുറത്തു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തു കൊടുക്കണം. ഇപ്പോഴല്ല, നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ വ്യക്തികളോടും നിങ്ങൾ പുറത്തു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ
അങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം ഹീലാകുന്നത്. പുതിയ തുടക്കമാണ്, ഡ്രീമറാണ്, ഫുൾ കാർഡാണ്. പുതിയ തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാകുന്നു. അത് നമ്മൾ പഴയ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ കുറേ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിരിക്കുന്ന കുറേ കാര്യം അതെല്ലാം എടുത്ത് നിങ്ങൾ കളയുക. ആവശ്യമില്ലാത്ത ഓർമ്മകൾ നമ്മൾ അതിന് ഇൻറ്റൻസിറ്റി കൊടുക്കാതിരിക്കുക. അപ്പോൾ ഓർമ്മകളൊന്നും നമുക്ക് പെട്ടെന്നൊന്നും ഓർമ്മകളെടുത്ത് കളയാനൊന്നും പറ്റില്ല. പക്ഷേ തീവ്രമായ ഓർമ്മകൾ വരുമ്പോൾ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രാണായാമം ചെയ്താലും മതി. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാക്കുക. കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഒരു പുതിയ തുടക്കം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ പഴയ ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യം വീണ്ടും ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതും ആകാം. അപ്പം നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ്. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. പിന്നെ നമുക്ക് ഭഗവാൻ എന്താണ് ഈ ഒരു മെസ്സേജ്, എന്ത് മെസ്സേജാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം. അഡ്ജസ്റ്റ് വിത്ത് സിറ്റുവേഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മളത് മനസ്സിലാക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഭഗവാൻ ധ്യാനിക്കുന്നൊരു ഫോട്ടോയാണുള്ളത്. പക്ഷേ ചുറ്റും പക്ഷികളുണ്ട്, അവരൊരുപാട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നേ ഇല്ല. അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, പുറത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളാകെ വെപ്രാളം പിടിച്ച് അങ്കലാപ്പിലാകും. അങ്ങനെയല്ല വേണ്ടത്. പുറത്തെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഉള്ളിനെ ബാധിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ സമാധാനമായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയും, അയ്യോ പുറത്ത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പം അങ്ങനെയൊന്നുമല്ല. സിറ്റുവേഷൻ ഒരു പ്രശ്നമേ അല്ലെന്നാണ് ഭഗവാൻ ഇതിലൂടെ പറയുന്നത്. സിറ്റുവേഷൻ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇപ്പം എല്ലാം അനുകൂലമായിട്ട് മാത്രം എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ തുടങ്ങുക. പുറത്ത് എന്തോ നടക്കട്ടെ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അതാണ് ഈ ഒരു കാർഡിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഒരു മെസ്സേജ്. പുറത്തെന്ത് നടന്നാലും നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും ബഹളങ്ങളുടെ ഇടയിൽ ഭഗവാൻ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.